Welcome back. Today we are going to deal with a question regarding the internal control system and organizational controls. Okay. Before approaching a question, you should first read what are the requirements needed for that question. അപ്പോൾ നമുക്ക് ആ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. Construct the case for establishing an internal audit function. Internal audit function ഉറപ്പുവരുത്തണം. അതായത് നിർബന്ധമായിട്ട് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യണം. അതിൻ്റെ സാഹചര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ദ റീസൺസ് വൈ മെനി ഇന്റേണൽ കൺട്രോൾസ് ക്യാൻ നെവർ ബി ഗ്യാരണ്ടീഡ് ടു ബി ഫുള്ളി ഇഫക്റ്റീവ്. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ എന്താണ്? ഡിസ്കസ് വൈ ഇന്റേണൽ കൺട്രോൾസ് ബീങ് വെരി എക്സ്പെൻസീവ്. അല്ലേ, വെരി എക്സ്പെൻസീവ് ആണ് ഇന്റേണൽ കൺട്രോൾസ്. ആർ നോ ഗ്യാരണ്ടി ഓഫ് ദെയർ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഏകദേശം ക്ലാസ് കേട്ടവർക്ക് ഒരു മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന്. ഈ രണ്ടാമത്തെ ബി പാർട്ടിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് തരാത്തത്? രണ്ടാമത് എക്സ്പെൻസീവ് ആയിട്ടും നമുക്ക് എഫക്റ്റീവായിട്ട് തരുന്നില്ല, അതായത് ഉറപ്പ് തരുന്നില്ല ഈ കാര്യങ്ങൾ. അത് രണ്ടുമാണ് എഴുതേണ്ടത്. ഒന്നാമത് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്റേണൽ ഫങ്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്റേണൽ ഓഡിറ്റ് ഫങ്ഷൻ എന്തിനാണ് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് ചെയ്യേണ്ടത്? ഇന്റേണൽ ഓഡിറ്റ് ഫങ്ഷൻ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇന്റേണൽ പ്രോസസ്സുകളെ അഷ്വർ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ കുറേ ഇന്റേണൽ പ്രോസസ്സുകൾ ചെയ്യുമല്ലോ. എന്തിനാ? സേഫ് ഗാർഡിങ് ഓഫ് അസറ്റും നമ്മുടെ പ്രോപ്പറായിട്ട് ബിസിനസ് നടത്താനും ഒക്കെ വേണ്ടി. അതിനാണ് ഇന്റേണൽ കൺട്രോൾസ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ? ടു പ്രൊവൈഡ് അഷുറൻസ് റിഗാർഡിംഗ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതായത് നമ്മുടെ ഇന്റേണൽ കൺട്രോൾസ് ഇഫക്റ്റീവ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ കൺട്രോൾസ് ചെയ്യുന്നത്. ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കാം. അല്ലേ, ഫാക്ടേഴ്സ് ഫോർ സെറ്റിംഗ് ഇന്റേണൽ ഓഡിറ്റ്. ഇതാണ് എന്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കേസ്. കൺസ്ട്രക്ട് ദ കേസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇന്റേണൽ ഓഡിറ്റ് ഫങ്ഷൻ അറ്റ് ലോഹോ കമ്പനി. അപ്പം ഇവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പം എന്തിനാണ് ഇവർക്കിത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആൻസർ തന്നെ എഴുതാം. അതായത് എന്താണ്? ബിസിനസ് വലുതാവുന്നു, വർക്ക് ഫോഴ്സ് കൂടുന്നു, കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടാകുന്നു, ഓർഗനൈസേഷണൽ സ്ട്രക്ചറൊക്കെ ചേഞ്ച് ചെയ്യുന്നു, അല്ലേ? ഇനി എന്താണ് വേണ്ടത്? നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. എന്താണ് ചോദ്യം? ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന്റെ ആവശ്യകതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷന്റെ ആവശ്യകത? അതേ കിടക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കേസാണ്. അപ്പോൾ രക്ഷപ്പെട്ടു. നമുക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. രണ്ടാമത്തെ കേസ്, വൈ മെനി ഇന്റേണൽ കൺട്രോൾസ് ക്യാൻ നെവർ ബി ഗ്യാരണ്ടീഡ് ടു ബി ഫുള്ളി ഇഫക്റ്റീവ്. അതായത് എന്തുകൊണ്ടായിരിക്കാം ഫുള്ളി ഇഫക്റ്റീവ് അല്ലാത്തത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ? നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു, ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, അല്ലേ? ഇന്റേണൽ കൺട്രോൾസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കിടക്കുന്നു ഈ കാര്യങ്ങൾ. അതായത് ഹ്യൂമൻ എറർ വരാം, ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാം, മാനേജ്മെന്റ് ഓവർ റൈഡ് ചെയ്യാം, സ്പെസിഫിക്കേഷൻ അണ്ടർ ഓവർ ആവാം, കൺട്രോൾ ഒബ്സലീറ്റ് ആവാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ രണ്ടാമത്തെ ചോദ്യവും നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും ഓരോ പാഠത്തിൽ. അതിൽ നിന്നായിരിക്കും നിങ്ങളെ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിത് ബൾക്കായിട്ടൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്കിത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന PDF നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ഡ്രൈവിലാക്കിയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. After a period of expansion into several overseas market and some structural decentralization.
അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു. എന്താണ്? എക്സ്പാൻഷൻ നടന്നു, സ്ട്രക്ചറൽ ഡീസെൻട്രലൈസേഷനും നടന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് വേണം. കാരണം ഇന്റേണൽ കൺട്രോൾ അവിടെ ഉണ്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ ഓഡിറ്റും വേണം. കമ്പനി വാസ് കൺസിഡറിങ് ഇറ്റ്സ് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ നീഡ്സ്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് ഇന്റേണൽ കൺട്രോൾ വേണമെന്ന് അവന്മാർ തീരുമാനിക്കുകയാണ്. ഓൾസോ പ്രൈവറ്റ്ലി ഓൺഡ് ആണ്, ആൻഡ് therefore not subject to listing rules laws. Auditors had often suggested a formal internal audit function. അതായത് പ്രൈവറ്റ് കമ്പനിയാണ് എന്നാൽ പോലും വോളണ്ടറി ആയിട്ട് അവർക്ക് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വേണം, ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷനും വേണം. The launch of several new products and a rapid increase in the export ഒരുപാട് റിസ്കുകൾ വരുന്ന കേസുകളാണ്. അതായത് ബിസിനസ് എക്സ്പാൻഷൻ നടക്കുകയാണ്. ഹാഡ് റേസ്ഡ് എ നമ്പർ ഓഫ് പ്രോബ്ലംസ് അറ്റ് ലോഹോ. ദീസ് ഇൻക്ലൂഡ് പ്രോബ്ലംസ് ഇൻ മീറ്റിംഗ് ഓർഡർ ഡെഡ്ലൈൻസ്, whilst a number of operational constraints had meant that some orders had been delivered to customers late. The increase in overseas business had also, according to Sonja Tan, the financial advisor, increased the overall risk profile of the business. Credit risk has had risen substantially. അതായത് പൈസ കൂടി. അപ്പോൾ നമുക്ക് എന്ത് വേണം? പൈസ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് വർക്ക് സൈസ് കൂടി, ഓർഗനൈസേഷണൽ ചേഞ്ചസ് കൂടി, അല്ലേ? അവിടെ കൺട്രോൾ ഫെയിലിയർ ആവാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ബിസിനസ് സ്കെയിലബിലിറ്റി കൂടി. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻ അഡീഷൻ ടു ഗ്രോത്ത് ഫ്രം 150 to 600 എംപ്ലോയീസ്. ഇതാണ് വേറൊരു കാര്യം. അതായത് വർക്ക് ഫോഴ്സ് സൈസ് കൂടി. അപ്പോഴും ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ വേണം. ഇൻ ഇറ്റ്സ് ഹോം കൺട്രി ലോഹോ ഓൾസോ ഹാഡ് റെക്കോർഡ് ഫർദർ 200 പീപ്പിൾ. അറിയാലോ, ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഇൻ ദോസ് കൺട്രീസ്. അതായത് 200 പേരെ എവിടെയാണ്? പുതിയ കമ്പനിയിലോട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്? ഒരുപാട് റിസ്കുകളും ഉണ്ട്. അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. പിന്നെ ആസ് പാർട്ട് ഓഫ് CPD അറിയാലോ. സോഞ്ച ടൈൻ, ദ ഫൈനാൻഷ്യൽ ഡയറക്ടർ ഹു വാസ് ഓൾസോ എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ്, ഹാഡ് ബീൻ ടു എ സെമിനാർ ഓൺ ഇംപ്രൂവിംഗ് ഇന്റേണൽ കൺട്രോൾസ്. ഷീ ബിലീവ് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ഇറ്റ്സ് ഗ്രോത്ത് ലോഹോ കുഡ് ബെനിഫിറ്റ് ഫ്രം ടൈറ്റർ ഇന്റേണൽ കൺട്രോൾസ്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾസും അവിടെ വേണമെന്ന് അവർ തീരുമാനിക്കുകയാണ്, മെയിൻ ഫൈനാൻഷ്യൽ ഡയറക്ടർ. Speaking about this to the board on her return to the seminar, she reminded her colleagues that sound internal controls could only provide reasonable assurance. അത് നല്ലപോലെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഒരിക്കലും ഇത് ഗ്യാരണ്ടി അല്ല. ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്. ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു ഇന്റേണൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. കോസ്റ്റ് കുറച്ച് വെച്ചിട്ടുള്ള ഒരു ഇന്റേണൽ കൺട്രോളും ആയിരിക്കണം എഫക്റ്റീവ് ആവണമെങ്കിൽ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് കൂടുതൽ കോസ്റ്റ് ഇറക്കിയാലേ നല്ലൊരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് എനി ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആഡ് ഇൻഹറന്റ് ലിമിറ്റേഷൻസ്. ഉറപ്പുള്ള കാര്യമല്ലേ, ഇന്റേണൽ കൺട്രോൾസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച. ആൻഡ് കുഡ് നെവർ ബി ടോട്ടലി ഇഫക്റ്റീവ് വാട്ട് എവർ ചേഞ്ചസ്. This came as a surprise to some board directors who assumed because internal controls were often very expensive that they should be guaranteed fully effective. അവിടുത്തെ ചില ഡയറക്ടർമാർ വിചാരിച്ചിരിക്കുന്ന ഇന്റർണൽ കൺട്രോൾ സിസ്റ്റം ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കിയാൽ അത് എന്തുകൊണ്ട് ഫുള്ളി എഫക്റ്റീവ് ആകുന്നില്ല. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ കേസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇന്റർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ പറയുന്ന കേസുകളെല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഇത്രയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇത്രയും എഴുതി വെക്കാം. ഒന്നാമത്തെ കാര്യം, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സെക്ഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് 1 എന്ന് കൊടുക്കാം, 2 എന്ന് കൊടുത്തിട്ട് എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ, അത് 2 എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ടോ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ബിസിനസ്സിന് സ്കെയിലബിലിറ്റി, വർക്ക് ഫോഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അവിടെ എല്ലാം റിസ്ക് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാം എഴുതി വെക്കാം. അതായത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ എഴുതി വെക്കണം. ക്രെഡിറ്റ് റിസ്കിൻ്റെ, അതായത് എക്സ്പോർട്ട് കൂടുന്നു, അതായത് എന്താണ്, അവർ എക്സ്പാൻഡ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കേസ് എംപ്ലോയീസ്, ഇതെല്ലാം എഴുതി വെക്കാം. അപ്പോൾ ഈ ആൻസർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലപോലെ വിവരിച്ചെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വേണം ഇത് എഴുതാൻ. ഇതെന്ന് പറഞ്ഞുതരാം.
മൂന്നാമത്തെ ഒരു പോയിന്റായിട്ട് എഴുതണം, ഈ കമ്പനിക്ക് ഇത് ഈ പറയുന്ന ഈ ഒന്ന്, ഈ രണ്ട്, പിന്നെ റിസ്ക് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഈ കമ്പനിക്ക് ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇവർ എന്ത് ചെയ്യണം, ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ വെക്കണം എന്ന് എഴുതി വെക്കണം. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു തന്നു ഇവിടെ ക്രെഡിറ്റ് റിസ്കിൻ്റെ കേസ്. പിന്നെ എക്സ്പോർട്ട് കൂടുന്നു, എംപ്ലോയീസ് കൂടുന്നു, ഡീസെൻട്രലൈസേഷൻ വരുന്നു, അതായത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറേ മാറി. അപ്പോൾ എന്താണ് കണ്ട ഈ സാധനം കൂടെ ഇവിടെ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യനി വന്ന്. അപ്പോൾ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യനി വന്നത് ഏതൊക്കെയാണ്? വൺ, വർക്ക് ഫോഴ്സ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, റിസ്ക് പ്രൊഫൈൽ. നിർബന്ധമായിട്ടും ഇത് നമ്മൾ വീണ്ടും ഈ മൂന്നാമത്തെ പോയിന്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ മെയിൻ ആൻസറിൽ 3 പോയിന്റായിട്ട് ഇങ്ങനെ എഴുതണം. വെറുതെ ബുള്ളറ്റ് പോയിന്റ് ഇതേപോലെ എഴുതി വെക്കരുത്, എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ എഴുതണം. മനസ്സിലായല്ലോ? അതായത് ഈ പോയിന്റുകളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തി എഴുതി വെക്കാം, ഒരു പ്രശ്നമില്ല. കത്തി എഴുതി വെക്കാം, കത്തി ഇല്ലാതെ ഈ എസ് പി എൽ ഇല്ല. പക്ഷെ കത്തി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സാധനങ്ങളെല്ലാം കണ്ടന്റ് എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഈ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് കത്തി എഴുതാവൂ. ഇപ്പോൾ വർക്ക് ഫോഴ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എഴുതി വെക്കുമല്ല, അവിടെ വെച്ചിട്ട് ഇവിടെ ഈ കമ്പനിയിൽ ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് കത്തി എഴുതുക, പ്രശ്നമില്ല. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് 3 പോയിന്റായിട്ടാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെനി ഇന്റർണൽ കൺട്രോൾസ് ക്യാൻ നെവർ ബി ഗ്യാരണ്ടീഡ് ഫുള്ളി ഇഫക്റ്റീവ്. ഇത് രണ്ട് കേസായിട്ടാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഇത് എഴുതി വെക്കണം. മെയിൻ 2 പോയിന്റ് ഉണ്ടാക്കണം. അതായത് മെനി കൺട്രോൾസ്, അതായത് ഇന്റർണൽ കൺട്രോൾസ് ഉണ്ടെങ്കിലും ഗ്യാരണ്ടി അത് ഫുള്ളി ഇഫക്റ്റീവ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. അതായത് എന്താ, ഈ കേസുകൾ വെച്ചിട്ടാണ് എന്തുകൊണ്ടാണ് ഫുള്ളി എഫക്റ്റീവ് അല്ലാത്തത്, അവിടെ ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലേ? ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ത്, അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതായത് ഫുള്ളി ഇഫക്റ്റീവ് അല്ലാത്തത്, മെയിനായിട്ട് ഫുള്ളി ഇഫക്റ്റീവ് അല്ലാത്തതിൻ്റെ കാരണങ്ങൾ എന്താ, ഹ്യൂമൻ എററും, അല്ലേ? പിന്നെ ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കലും, പിന്നെ നോൺ റൊട്ടീൻ ഇവന്റ് വന്നാൽ, അതായത് ക്രെഡിറ്റ് റിസ്ക് കണ്ട് ഈ ഇവിടെ പറയുന്ന ക്രെഡിറ്റ് റിസ്ക് ഒക്കെ ചില നോൺ റൊട്ടീൻ ആയിട്ട് വരുന്നതാണ്, സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതല്ല, എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വന്നതാണ്, അല്ലേ? പിന്നെ ഓവർ ഓർ അണ്ടർ സ്പെസിഫിക്കേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴേ ഇന്റേണൽ കൺട്രോൾസ് ക്യാൻ നെവർ ബി ഗ്യാരണ്ടി ഫുള്ളി എഫക്റ്റീവ്, എന്തുകൊണ്ടല്ല, ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ഒരു വലിയ പോയിന്റ് ഇടുക. ഇവിടെ ഇൻട്രൊഡക്ഷൻ അങ്ങനെയൊന്നും വേണ്ട, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇതുപോലെ നമ്മൾ എന്ത് എഴുതണം, എന്തുകൊണ്ട് ഫുള്ളി ഇഫക്റ്റീവ് അല്ല എന്നിവിടെ എഴുതണം. എന്തുകൊണ്ട് ഫുള്ളി ഇഫക്റ്റീവ് അല്ല എന്ന് എഴുതണം. എന്നിട്ട് എഴുതിയിട്ട് ഈ എല്ലാ പോയിന്റുകളും എഴുതി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അത് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും, അതായത് ഇതിൽ ഏതൊക്കെ പോയിന്റാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചതെന്ന്, അല്ലേ? ഏതൊക്കെ പോയിന്റുകളാണ് ഉപയോഗിച്ചതെന്ന്. അതായത് ഹ്യൂമൻ എറർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായി എന്ന് ഈ ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല, പക്ഷെ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ ഒന്നാമത്തെ പാർട്ട് അങ്ങ് തീർന്നു. രണ്ടാമത്തെ കേസ്, വെരി എക്സ്പെൻസീവ്. ഒന്നാമത്തെ ഇതിലെന്താണ് എഴുതിയത്, ഇന്റേണൽ കൺട്രോളിൻ്റെ ഫുള്ളി എഫക്റ്റീവ് അല്ലാത്ത കേസ് എന്നാണ് എഴുതിയത്. ഇനി പറയുന്നത് എന്തുവാ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് എഴുതണം. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തണം. വെരി എക്സ്പെൻസീവ് ആണെന്ന് ഇവന്മാർ തന്നെ പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്രയും പൈസ മുടക്കിയിട്ടും ഇതാവാത്തത്? ആദ്യം ഈ രണ്ട് സാധനവും ശ്രദ്ധിക്കണം, വ്യത്യാസം എന്താണ് ശ്രദ്ധിക്കണം. ആദ്യത്തത് എന്തുകൊണ്ട് ഫുള്ളി എഫക്റ്റീവ് അല്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. മറ്റേത് ഇത്രയും പൈസ നിങ്ങൾ മുടക്കുന്നതല്ലേ, എന്നാൽ ഇച്ചിരിയെങ്കിലും എഫക്റ്റീവ് ആയിക്കൂടെ എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ. രണ്ടിൻ്റെ ടോണും മനസ്സിലാക്കുക, രണ്ട് ടോണും വ്യത്യാസമാണ്. അപ്പം നമ്മൾ ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്നറിയോ, മെയിനായിട്ട് എന്തുകൊണ്ടാണ് കോസ്റ്റ്. അതായത് നമ്മൾ ഒരു കൺട്രോൾ ഭയങ്കര ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ഇന്റർണൽ കൺട്രോൾ അങ്ങ് കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, പക്ഷേ അത് ഒരിക്കലും ഇഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് ഒരു കൺട്രോൾ ചെയ്തതേ ഉള്ളൂ, അത് ഭയങ്കര എഫക്റ്റീവ് ആവും, അല്ലേ? അതൊരു പോയിന്റാണിത്. വെരി എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, അതായത് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് എക്സ്പെൻസീവില് കോസ്റ്റ് ഇറക്കി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആവത്തില്ല. മറിച്ച് എന്ത് വേണം, നമ്മൾ അവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ളത്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് പഴയ കാര്യങ്ങൾ തന്നെ എഴുതി വെക്കാം. അതായത് മനഃപൂർവ്വം ആൾക്കാർ പണി തരുന്നു, അതായത് മനഃപൂർവ്വം
ഓവർ റൈഡ് ചെയ്യുന്നു, പിന്നെ അണ്ടർ സ്പെസിഫിക്കേഷൻ, ഓവർ സ്പെസിഫിക്കേഷൻ, ഇതിനെ വേറൊരു രീതിയിൽ വേണം ഇവിടെ എഴുതി വെക്കാൻ. മനസ്സിലായോ? നമ്മൾ ആദ്യമേ ഇതെത്ര എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ആ ഒന്നാമത്തെ പാട്ടിന്. രണ്ടാമത്തെ പാട്ടിന് അത്രയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും എഴുതണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ല, ഇതിൽ എഴുതേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനാണ് കൂടുതൽ ഇതുള്ളത്. അല്ലാതെ 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഒരെണ്ണം ഇറക്കിയിട്ട് കൺട്രോള് ഒന്നും ഒട്ടും എഫക്റ്റീവ് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ എഴുതിയാൽ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് തീരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് ഈ സാധനം റിക്വയർമെന്റ് ആദ്യം വായിക്കണം, എന്നിട്ടേ നിങ്ങൾ അടുത്തതിലോട്ട് കയറാവും, മണ്ടയിലോട്ട് കയറാവും. റിക്വയർമെന്റ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആൻസർ കിട്ടും. നമുക്കിപ്പോൾ ആൻസർ കിട്ടിയില്ലേ, എന്തുവാണ് എവിടെയാണ് എഴുതേണ്ടതെന്ന്, ഇത്രയേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു.